ഹായ് ഹലോ നമസ്കാരം. അപ്പം നമ്മൾ ഇന്ന് ഉള്ളത് ചിദംബര വിലാസിലാണ്. നമുക്കിവരുടെ ബുഫേ സ്പ്രെഡ് കാണാം. അപ്പം ചെട്ടിനാട് സ്പെഷ്യൽ ഐറ്റംസൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ബുഫേ കഴിക്കാനായിട്ട് ഇരിക്കുന്നത്. പ്രതീക്ഷ തെറ്റിച്ചില്ല. ഒത്തിരി അവരുടേതായിട്ടുള്ള സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പം ആദ്യം ഞാൻ എടുത്തത് പൊടി ഇഡ്ഡലിയും അതുപോലെ വെള്ളൈ പനിയാരവുമാണ്. പൊടി ഇഡ്ഡലി മിനി ഇഡ്ഡലി വെച്ചിട്ടാണ് പൊടി ഇഡ്ഡലി ചെയ്തിരിക്കുന്നത്. അത് പ്രത്യേക ഒരു ഫ്ലേവറായിരുന്നു. നമ്മുടെ ഇവിടെ കിട്ടുന്ന ഒരു പൊടി ഇഡ്ഡലിയുടെ ഫ്ലേവർ ആയിരുന്നില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ വെള്ളൈ പനിയാരം എന്ന് പറഞ്ഞാൽ നെയ്യപ്പം പോലെ ഇരിക്കും. നെയ്യപ്പത്തിനേക്കാൾ കുറച്ചും കൂടെ വലുപ്പമുണ്ട്. പക്ഷേ വെള്ള കളറിലിരിക്കും. പക്ഷേ അത് സ്വീറ്റല്ല. അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റൊന്നും ഫ്ലേവറൊക്കെ കുറവാണ്. ബ്ലാൻഡ് ടേസ്റ്റാണ്. എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്ന, ചട്നിയുടെ കൂടെയൊക്കെ കഴിക്കാവുന്ന നല്ലൊരു സാധനമാണ്. ഫ്രൈഡ് ആയിട്ടുള്ള സംഭവമാണ്. പിന്നെ അവരുടെ വട സാമ്പാർ സ്പെഷ്യൽ ഫ്ലേവേഴ്സാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാമ്പാറിനേക്കാളും വ്യത്യസ്തമാണ്. നല്ല ടേസ്റ്റി ആയിരുന്നു. വട നമ്മുടെ ഇവിടെ കിട്ടുന്ന വട പോലെയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പൊങ്കലുണ്ടായിരുന്നു. പൊങ്കൽ ഭയങ്കര ടേസ്റ്റായിരുന്നു. അവരുടെ പൊങ്കലിന് പ്രത്യേക സ്വാദായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കഴിച്ചത്, പിന്നെ അവിടെ സ്പെഷ്യലായിട്ട് കഴിച്ച ഐറ്റംസൊക്കെയാണ് കേട്ടോ ഞാൻ പറയുന്നത്. കോവിലപ്പം എന്ന് പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ എക്സാക്ട്ലി നെയ്യപ്പം പോലെ ഇരിക്കും. നെയ്യപ്പത്തിനേക്കാളും കുറച്ചും കൂടെ വലുപ്പമുണ്ട്. പക്ഷേ അതൊരു സ്വീറ്റാണ് ഓഫ് കോഴ്സ്. പക്ഷേ നെയ്യപ്പത്തിൻ്റെ സ്വാദല്ല. സംഭവം നല്ല ടേസ്റ്റി ആയിരുന്നു. അത് കൊള്ളായിരുന്നു. പിന്നെ ഞാൻ വ്യത്യസ്തമായിട്ടൊരു സംഭവം കണ്ടത് അവിടുത്തെ പാൽപ്പായസം നമ്മുടെ ഇവിടുത്തെ പായസം പോലെയല്ല. അത് പാലിൽ കുറച്ച് പഞ്ചസാരയും കുറച്ച് ഏലക്കാപ്പൊടിയുടെ സ്വാദമാണ് എനിക്ക് മെയിനായിട്ട് കിട്ടിയത്. അത് എക്സാക്ട്ലി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. പിന്നീട് അതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ്, അതായത് ഒത്തിരിയൊന്നുമില്ല, ചെറുതായിട്ട് കുറച്ച് ഫ്രൂട്ട്സ്, ആപ്പിളും അതുപോലെ എന്തൊക്കെയോ ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട്, മസ്ക് മെലൺ തോന്നുന്നു, ആപ്പിൾ മസ്ക് മെലൺ അങ്ങനത്തെ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതിനൊരു പായസം എന്നൊന്നും വിളിക്കാനായിട്ട് പറ്റില്ല. പാലിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും പഞ്ചസാരയും കുറച്ച് കട്ട് ഫ്രൂട്ട്സും ഇട്ട് എങ്ങനെ ഇരിക്കും, ആ ഒരു സംഭവത്തിന് ടേസ്റ്റ് ആയിരുന്നു പായസത്തിന്. പിന്നെ അവിടെ വേറെ ഒരു സംഭവം ഞാൻ സ്പെഷ്യലായിട്ട് കണ്ടത് നെയ്പുട്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പം പുട്ടുമുണ്ട്, ചെട്ടിനാട് സ്പെഷ്യൽ ചിക്കൻ കറിയുണ്ട്. ചെട്ടിനാട് സ്പെഷ്യൽ ചിക്കൻ കറി നല്ലതായിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പുട്ടും ചിക്കൻ കറിയും നല്ല കോമ്പിനേഷൻ ആണല്ലോ എന്ന് വിചാരിച്ച് അത് കഴിക്കാനെടുത്തപ്പോഴാണ് ഭാഗ്യത്തിന് ആദ്യം പുട്ടൊന്ന് വായിലേക്ക് വെച്ച് നോക്കാനായിട്ട് തോന്നിയത്. അതേതായാലും നന്നായി. പുട്ടിലേക്ക് ചിക്കൻ കറി ഒഴിച്ചെങ്കിൽ ഞാൻ പെട്ടുപോയേനെ. കാരണം ആ പുട്ട് സ്വീറ്റ് പുട്ടായിരുന്നു. അതായത് തേങ്ങയും പഞ്ചസാരയൊക്കെ ഇട്ട് നെയ്യൊക്കെ ഇട്ട് നല്ല സ്വാദുള്ള, നല്ല ഒട്ടും ഡ്രൈ അല്ല, നമുക്കത് തന്നെ കഴിച്ചുകൊണ്ടിരിക്കാം. പക്ഷെ അതിന് ചിക്കൻ കറി ഒട്ടും ചേരില്ല. ചിക്കൻ കറി സ്പൈസി ആണല്ലോ. അപ്പം അങ്ങനെ നെയ്പുട്ട് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ചിക്കൻ കറി ചെട്ടിനാട് സ്പെഷ്യൽ ചിക്കൻ കറി ആയിരുന്നു. ഇതൊക്കെ വിശദീകരിച്ച് ഞാൻ വ്ളോഗിൽ കൊടുത്തിട്ടുണ്ട്. ഓടിപ്പോയി കണ്ടോളൂ കേട്ടോ. താങ്ക് യു.